JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. കഴിഞ്ഞ ജൂലൈ 18 നടന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് LDC സ്റ്റോർമാൻ തസ്തികയിലേക്കുള്ള പ്രിലിമിനറി പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് തൊഴിൽ വാർത്തയിൽ നിങ്ങൾ എല്ലാവരും കണ്ടോ എന്നറിയില്ല, എങ്കിലും അതിൽ പരീക്ഷയെ സംബന്ധിച്ചും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചുമുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിനും നമ്മൾ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എടുത്തിരുന്ന ആ കട്ട് ഓഫ് മാർക്കിലൊക്കെ ഏകദേശം വരുന്ന കട്ട് ഓഫ് മാർക്കാണ് ഇപ്പോൾ തൊഴിൽ വാർത്തയിലും പറഞ്ഞിട്ടുള്ളത്. വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് KTDCയിലെ സ്റ്റോർമാൻ, കേരള സ്റ്റേറ്റ് ബീവറേജ് കോർപ്പറേഷൻ LD ക്ലർക്ക് എന്നീ തസ്തികകളിലേക്ക് ജൂലൈ 18 രാവിലെ നടന്ന PSC പരീക്ഷയിലെ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരു പിടി മികച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പരീക്ഷാ പേപ്പറിന്റെ ചോദ്യഘടന കണക്കിലെടുക്കുമ്പോൾ LDC സ്റ്റോർമാൻ തസ്തികകളിൽ 65 മുതൽ 78 വരെയുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന് 60 മുതൽ 70 വരെയും കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പരീക്ഷയിൽ നിന്നുള്ള വിലയിരുത്തലിൽ നിന്ന്, തൊഴിൽ വാർത്തയിൽ നിന്ന് വിലയിരുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് താരതമ്യേന വലിയ താമസമില്ലാതെ തന്നെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചോദ്യത്തിന് ശരിയുത്തരം ഉണ്ടായിരുന്നില്ല. അതായത് സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിലെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്ന എന്ന ചോദ്യത്തിന് ചോദ്യപേപ്പറിൽ ശരിയുത്തരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തരമുള്ള ആദ്യത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ വാർത്താവിനിമയം, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്ത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. എന്നാൽ ഇതിന് ഉത്തരസൂചികയിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത് എന്നതിന്റെ ഉത്തരം ലേക്ക് സതീസാർ എന്നാണ്. എന്നാൽ താർസാർ എന്നാണ് ഉത്തരസൂചികയിലുള്ളത്. ഇന്ത്യയിലെ വാതോർജ നിലയം എന്ന ചോദ്യം വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും വ്യക്തമായിട്ടുണ്ടാവില്ല. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ് വാതോർജം എന്നുള്ളത്. അത് പലർക്കും വാതോർജ നിലയം എന്നുള്ളത് അത് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിന് മികച്ച നിലവാരം, ഇന്ത്യ ചരിത്രം ഭാഗത്തു നിന്നും വന്ന മിക്ക ചോദ്യങ്ങളും വേറിട്ടയും മികച്ച നിലവാരം പുലർത്തുന്നവയായിരുന്നു. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭാവനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യത്തിന് തന്നെ ഉദാഹരണമാണ് INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലായിരുന്നു ആര് എന്ന ഭാഷാടിസ്ഥാനത്തിലെ വിവിധ സംസ്ഥാന രൂപീകരണം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം. ഇങ്ങനെയുള്ള 1939 അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനം എന്നിവയെല്ലാം മികച്ച ചോദ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ നല്ല തയ്യാറെടുപ്പും ശ്രദ്ധയുമുള്ളവർക്ക് ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ശരിയുത്തരം എഴുതാനാവുകയുള്ളൂ. അതുപോലെ തന്നെ കേരളത്തിലെ ചോദ്യങ്ങൾ എളുപ്പമായിരുന്നു. കേരള ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ ഭാഗങ്ങളിലെ ചോദ്യങ്ങളിൽ ഭൂരിഭാഗവും എളുപ്പമുള്ളവയായിരുന്നു. അടിസ്ഥാന വിവരങ്ങളിൽ ഊന്നിയുള്ളതായിരുന്നു ഈ ഭാഗത്തെ ചോദ്യങ്ങൾ. ജനറൽ സയൻസിൽ കൂടുതൽ ചോദ്യങ്ങളും സാധാരണ നിലവാരത്തിൽ ഉള്ളവയായിരുന്നു. കണക്ക്, മെന്റൽ എബിലിറ്റി ഭാഗത്തെ ചോദ്യങ്ങളും വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് തൊഴിൽ വാർത്തയിൽ നിന്നുള്ള അവരുടെ വിശദമായ ഒരു അവലോകനത്തിൽ നിന്നും പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അവർ പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്ക് ലാസ്റ്റ് ഗ്രേഡ് 60, 70, 60 മുതൽ 70 വരെ ആകാം. LDC സ്റ്റോർമാന് 65 മുതൽ 78 വരെ ആകാമെന്നാണ് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സത്യയ്ക്ക് താരതമ്യേന വലിയ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. കട്ട് ഓഫ് മാർക്ക് നേരിയ തോതിൽ കുറയാനുള്ള സാധ്യതയും അതുകൊണ്ടാണ് LGSന് കട്ട് ഓഫ് മാർക്ക് കുറയാൻ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വലിയൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ ആനുപാതികമായിട്ടുള്ള കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് ഇപ്പോഴും തൊഴിൽ വാർത്തയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.